ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? ഇന്ന് ശനിയാഴ്ചയാണ്, വീക്കെൻഡാണ്. എൻ്റെ അടുത്ത് പേഴ്സണലി കുറച്ച് പേര് ചോദിച്ചു, ഞാൻ ഓവർ തിങ്കിങ്ങിൻ്റെ എന്താണ് നിങ്ങളുടെ ഡ്രോബാക്ക്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കേണ്ടതെന്നൊരു റീഡിങ് എടുത്തപ്പോൾ അതിൽ വന്നത് ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു വീഡിയോ. എല്ലാവരും ചിലപ്പോൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് പേഴ്സണലി ആയിട്ട് എന്നോട് ചോദിച്ചു, അത് ഒരു ബാഡ് ഹാബിറ്റ് ഓവർകം ചെയ്യാൻ എന്താണ് അച്ചു ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് പേര് പേഴ്സണലി ചോദിച്ചിരുന്നു. ഓവർ തിങ്കിങ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മെഡിറ്റേഷനാണ്, ധ്യാനം. നമ്മുടെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരേനെ പോലെ ചലിക്കും എന്നാണ് പറയാം. ആ കുതിരേനെ ആദ്യം നമ്മൾ കടിഞ്ഞാണിടണം, എന്നാൽ മാത്രം നമുക്കൊരു കറക്റ്റ് വിഷൻ കിട്ടുള്ളൂ. മനസ്സിനെ കടിഞ്ഞാണിടണമെങ്കിൽ മെഡിറ്റേഷൻ അല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ നാമജപം. നിങ്ങൾക്കൊരു ഇഷ്ട ഡയറ്റി ഉണ്ടാവുമല്ലോ, ഇഷ്ടദൈവം, ആ ഭഗവാന്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ നാമങ്ങളോ ജപിക്കാം. ജപത്തിലൂടെയും നമുക്കൊരു പരിധിവരെ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ജപമാണ്. ഞാൻ മെഡിറ്റേഷനും ചെയ്യാറുണ്ട്. മെഡിറ്റേഷനൊക്കെ കൂടുതൽ പോകുമ്പോൾ അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുമ്പോഴേ നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് മാറുന്നു, നമുക്കത് ഫീൽ ചെയ്യും. ചിലപ്പോൾ അതിലൊക്കെ അത്ര ഡീപ്പായിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ അതാണ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചാൻറ്റ് ചെയ്യാൻ തുടങ്ങി. വേറൊരു ലെവലിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ആവുന്നത് നമുക്കത് ഫീൽ ചെയ്യും മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കർമ്മം കംപ്ലീറ്റ് ആവാണ്ട് എങ്ങനെയാണ് ഇതിലൊക്കെ കൂടുതൽ എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെഡിറ്റേഷൻ ഇപ്പോൾ കുറച്ചു. ഞാൻ ചാൻറ്റിങ് ആണ് ചെയ്യുന്നത്. ഇത് ചാൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ. ചാൻറ്റ് ചെയ്യാം. മെഡിറ്റേഷൻ ഇഷ്ടമുള്ളവർക്ക് മെഡിറ്റേഷൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ, ഞാൻ പഠിച്ചത് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആ യോഗയും പ്രാണായാമമൊക്കെ പഠിച്ചത് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇതാണ്. 1 മന്തിൻ്റെ കോഴ്സ്, ഫ്രീ കോഴ്സ് ഉണ്ട്, 21 ദിവസത്തെ, ഒരാഴ്ചത്തെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പ്രാണായാമങ്ങളൊക്കെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസമാണ് നമ്മുടെ യഥാർത്ഥ ഗുരു. അത് ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രാണായാമമാണ് യോഗിക് ബ്രീത്തിങ്. പിന്നെ ഭ്രാമരി പ്രാണായാമം ചെയ്യും. ശ്വാസത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ശ്വാസത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഇത് 3 ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം പറ്റും. നാളെ വേറൊരു വീഡിയോ കാണാം.